രഞ്ജി ട്രോഫിയിൽ ചരിത്രം കുറിച്ച കേരള ടീം ഇപ്പോൾ KCA ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. വലിയ വരവേൽപ്പായിരുന്നു വിമാനത്താവളത്തിലടക്കം ടീമിന് ആരാധകർ നൽകിയത്. ഫൈനലോളം വരുന്ന കപ്പ് തന്നെ എന്ന് പറയാം. കാരണം വീരചരിതങ്ങളില്ല, പോരാട്ട വീര്യങ്ങളില്ല. ഇത്തരത്തിൽ ചരിത്രത്തിന്റെ താളുകൾ എവിടെയും പോരാട്ടത്തിന്റെ ചരിത്രമില്ലാതെ തന്നെ പുതുചരിത്രം എഴുതിക്കൊണ്ട് വൻ വിരോചിതമായ വിജയം കരസ്ഥമാക്കിയ കേരള ടീം അങ്ങനെ സ്വന്തം നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. പ്രേക്ഷകരെ ആരാധകരെ ആവേശമാക്കി ആവേശത്തിലാഴ്ത്തി എയർപോർട്ടിലടക്കം വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം കേരള ടീം ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അവിടെയും വമ്പിച്ച സ്വീകരണമാണ് അവർക്ക് KCA ഒരുക്കിയിരിക്കുന്നത്. നമ്മൾക്കറിയുന്നത് പോലെ തന്നെ എന്നും ഒരു വാലികേറാമലയായിരുന്ന രഞ്ജി കപ്പിൽ സെമി ഫൈനലിൽ കയറി ഫൈനലിൽ ഏറ്റുമുട്ടി തോറ്റെങ്കിലും ഫൈനലോളം വലുപ്പമുള്ള വിജയഗാഥ എഴുതിയ കേരളത്തിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിൽ പുതുചരിത്രം എഴുതിയ കേരളത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും ഒരു പുതുപാത വെട്ടിയ ചരിത്ര ടീമിന് വമ്പിച്ച സ്വീകരണം വരവേൽപ്പൊരുക്കിയിരിക്കുന്നു കേരള ജനത. സലീം മാലിക് ഇപ്പോൾ നമ്മോടൊപ്പം ചെയ്തു. സലീം, കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനത്ത് ടീമിന് വലിയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. സുഹേൽ, ഉറപ്പായും ചരിത്രം കുറിച്ചുകൊണ്ടാണ് കേരളം ഇവിടേക്ക് രഞ്ജി ട്രോഫി പൂർത്തിയാക്കി കേരളത്തിലേക്ക് എത്തുന്നത്. ആ ടീമിന് വലിയ സ്വീകരണം, സമാനതകളില്ലാത്തൊരു സ്വീകരണം തന്നെയാണ് ഈ രാത്രിയിൽ ഈ 11 മണി സമയത്തും ആ ടീമിന് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നേട്ടമാണ്. ആ രഞ്ജി കിരീടം എന്ന മോഹം നടന്നില്ലെങ്കിൽ പോലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 89 വർഷം നീണ്ട രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ 89 തവണ ആ രഞ്ജി ട്രോഫി നടന്ന ചരിത്രത്തിൽ ആദ്യമായി ഫൈനൽ കളിച്ച ടീമാണ്. നമുക്കറിയാം കേരളത്തിൽ ഏറെ ഉണ്ടായിരുന്നു കേരളത്തിന്റെ ക്രിക്കറ്റിന്, കേരള ക്രിക്കറ്റ് ടീമിന്. ആ പരിമിതികളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരൊറ്റ മത്സരം പോലും പരാജയപ്പെടാതെ 10 മത്സരങ്ങൾ കളിച്ചതിൽ ഒരു മത്സരത്തിൽ പോലും തോൽവി അറിയാതെയാണ് കേരളത്തിന്റെ അഭിമാന ടീം ഇവിടേക്ക് ചരിത്രം കുറിച്ച് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം KCA ഈ രാത്രിയിലും വലിയ സ്വീകരണം, ആവേശകരമായ സ്വീകരണം ഒരുക്കുന്നു എന്നുള്ളതാണ്. നാസിക് റോളിന്റെ അകമ്പടിയോടുകൂടി സച്ചിൻ ബേബിക്കും സംഘത്തിനും കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി രാജ്യത്തിന് മുൻപിൽ തലയുയർത്തിപ്പിടിച്ച് തിരികെ വന്ന റണ്ണേഴ്സ് അപ്പ് കേരള ടീമിന് ഒരു ചരിത്ര മുഹൂർത്തത്തിന് KCA സാക്ഷ്യം വഹിക്കുന്നു. കേരള ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദവും വലിയ ആവേശവും ഒക്കെ ഉള്ള മുഹൂർത്തമാണിത്. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപ് കേരളം ഒരേ ഒരു തവണ മാത്രമായിരുന്നു ഇത്തവണ പോകുന്നതിന് മുമ്പ് സെമി ഫൈനലെങ്കിലും കളിച്ചത്. ഒരിക്കൽ പോലും ഫൈനൽ കളിക്കാൻ പറ്റിയില്ല. ഇതാദ്യമായി 2ാം തവണ സെമി ഫൈനൽ കളിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഫൈനൽ കളിക്കുന്നു. ഫൈനലിൽ തുടർച്ചയായി രഞ്ജി ട്രോഫിയിൽ 7 വിജയങ്ങൾ നേടിയ വിദർഭയെ വിറപ്പിച്ചതിന് ശേഷം ആദ്യ ഇന്നിംഗ്സിലെ വളരെ തുച്ഛമായ വെറും 37 റൺസ് ലീഡിന്റെ കരുത്തിൽ മാത്രം വിദർഭയ്ക്ക് ചാമ്പ്യന്മാരാകേണ്ടി വരുന്നു. അപ്പോഴും അടിയറ വയ്ക്കാത്ത പോരാട്ട വീര്യം, അടിയറ വയ്ക്കാത്ത മത്സരവീര്യം ഒക്കെ കാഴ്ചവെച്ചാണ് സച്ചിൻ ബേബിയും സംഘവും ഈ റണ്ണേഴ്സ് അപ്പ് കിരീടവുമായി ഇവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ ജയേഷ് ജോർജ് ഉൾപ്പെടെയുള്ളവർ, സച്ചിൻ ബേബി ഉൾപ്പെടെയുള്ളവർ നൃത്തച്ചുവടുകളുമായാണ് കേരള ടീമിനെ സ്വീകരിക്കുന്നത്. അത്രമേൽ ആവേശം, അത്രമേൽ സന്തോഷം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം കരുത്തരായ പലരെയും വീഴ്ത്തി അതിശക്തരായ ഗുജറാത്തിനെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തി ഈ ടീം ഫൈനലിലേക്ക് ചരിത്ര നേട്ടവുമായി ഫൈനലിലേക്ക് കുതിച്ചപ്പോൾ തന്നെ നമ്മൾ കേരളം വല്ലാതെ പ്രതീക്ഷിച്ചതാണ്. അതിനുശേഷം 98 റൺസ് എടുത്ത സച്ചിൻ ബേബി ഒരു മത്സരം, ആ ഇന്നിംഗ്സ് ഒരുപക്ഷെ സെഞ്ചുറിയിലേക്ക് ആ നിമിഷം അടിച്ച ഒരു ഷോട്ട് അതൊരുപക്ഷെ ഇല്ലായിരുന്നെങ്കിൽ ആ രഞ്ജി കിരീടം കൂടി കേരളത്തിലേക്ക് എത്തിയേനെ. പക്ഷേ അതൊന്നും സംബന്ധിച്ചിടത്തോളം ഒരു നിരാശയാവുന്നില്ല. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സമാനങ്ങളില്ലാത്ത നേട്ടം ഇതിനോടകം തന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞുവെന്ന് നിസ്സംശയം പറയാൻ കഴിയും. പക്ഷേ കേരളത്തിന് മുൻപിലുള്ള ലക്ഷ്യം രഞ്ജി കിരീടമാണ്. റണ്ണേഴ്സ് അപ്പ് എന്ന മോഹൻ കിരീടം ഇവിടേക്ക് എത്തിച്ചു. ഇനി തൊട്ടടുത്ത വർഷം തന്നെ രഞ്ജി കിരീടം കൂടി ഇവിടേക്ക് എത്തിക്കണമെന്ന് ക്യാപ്റ്റൻ സച്ചിൻ ബേബി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്രയും ആത്മവിശ്വാസത്തോടെയാണ് ആ ടീം ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. എന്തായാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു വലിയ സന്തോഷം, വലിയ അഭിമാനം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് KCA ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. നിലവിൽ KCA ആസ്ഥാനത്തേക്ക് അവർ നാസിക് റോളിന്റെ അകമ്പടിയോടുകൂടി നടന്നെത്തുകയാണ്. നാളെ രഞ്ജി ട്രോഫിയോളം വിലയുള്ള റണ്ണറപ്പ് കപ്പ്
അങ്ങനെ ചരിത്രത്തിൽ പുതുവഴി വെട്ടിയ പുതുചരിത്രമായ കേരള ടീമിന് അങ്ങേയറ്റം വമ്പിച്ച വരവേൽപ്പ് കേരള ക്രിക്കറ്റ് അസോസിയേഷനും നൽകിയിരിക്കുന്നു. ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ മികച്ച പ്രകടനം നടത്തി ഫൈനലിലെത്തി. ഇനി വരും കാല ക്രിക്കറ്റേഴ്സിന് ഫൈനലിലേക്കുള്ള വഴി കൂടി വെട്ടിയ ചരിത്രം കുറിച്ച കേരള ടീമിന് വമ്പിച്ച സ്വീകരണമാണ് കേരള ക്രിക്കറ്റ് ആസ്ഥാനത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്.